പ്രമേഹം വരാതെ ജീവിക്കാം, പ്രമേഹ മരുന്നുകളും ഇൻസുലിനും ഒഴിവാക്കിയെടുക്കാം. എറണാകുളം ടൗൺ ഹാളിൽ ജനുവരി 11 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വരൂ, ഞാൻ സ്വയം ചികിത്സ പഠിപ്പിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കുക 9496044538. നേച്ചർ ലൈഫ്, ഏലൂക്കര, കടുങ്ങല്ലൂർ, ആലുവ. കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരന്മാരിൽ പലരും ഡോക്ടർമാരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, പ്രകൃതി രീതികൾ പാലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ കഥയാണ് പറഞ്ഞത്. പ്രകൃതി ജീവിതത്തിൻ്റെ, പ്രകൃതി ചികിത്സയുടെ, നേച്ചർ ലൈഫ് രീതികൾ പാലിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരനെ സഹോദരന്മാരായ ഡോക്ടർമാരെല്ലാവരും കൂടെ കളിയാക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ കോവിഡോടുകൂടി അതങ്ങ് മാറി. ഡോക്ടർമാരെല്ലാം ഓരോരോ തരം ഡയറ്റാണ്. ഒരാൾ മെഡിറ്ററേറിയൻ ഡയറ്റ്, മറ്റൊരാൾ പാലിയോ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അവരൊക്കെ സത്യത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ പ്രകൃതി ചികിത്സയൊന്നുമല്ല, ഇത് പാലിയോ ഡയറ്റാണ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്, അങ്ങനെയെല്ലാം പറഞ്ഞ്. ഇപ്പോൾ യൂട്യൂബിലും ധാരാളം ഡോക്ടർമാർ ഇതുപോലുള്ള ഡയറ്റ് പ്ലാനുകളെ കുറിച്ച് പറയുന്നവരുണ്ട്. നല്ല കാര്യമാണ്. ഒരാളെ കൊണ്ടോ ഒരു സംഘത്തെ കൊണ്ടോ മാത്രം ലോകത്തെ നന്നാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം മനുഷ്യർ മുഴുവനും അങ്ങനെയും വരില്ല. വൈവിധ്യമാണ് ലോകത്തിൻ്റെ പ്രത്യേകത. ആ വൈവിധ്യം, പരീക്ഷണം, അതൊക്കെ മനുഷ്യവംശം തുടരുകയും വേണം. ആ വൈവിധ്യത്തിനെതിരെ എല്ലാം ഒറ്റയാക്കാനുള്ള, ഒരേ രീതിയിലാക്കാനുള്ള, ഞങ്ങളുടെ കമ്പനിയുടെ മാത്രമാക്കാനുള്ള ആ കുത്തകവൽക്കരണത്തെയാണ് ഞങ്ങൾ എന്നും എതിർത്തു പോരുന്നത്. ഇപ്പോൾ ചികിത്സാ രംഗത്താണെങ്കിലും അലോപ്പതി അല്ലാതെ മറ്റൊരു ചികിത്സാ വിഭാഗം നിങ്ങൾക്കുണ്ടാവരുത്. ആ കുത്തകവൽക്കരണത്തെ നഖശിഖാന്തം നമ്മൾ എതിർക്കുകയാണ്. കുത്തക ആധിപത്യത്തിന് പകരം ജനങ്ങളുടെ ആധിപത്യം, സ്വയംഭരണം, അവനവൻ്റെ ഭരണം, അവനവൻ്റെ ഡോക്ടർ, ഇതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിരവധിയായ ഡയറ്റ് പ്ലാനുകളുമായി യൂട്യൂബ് തുറന്നാൽ നിരവധി ഡോക്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അത്തരത്തിലുള്ള ചില ഡയറ്റ് പ്ലാനുകളെ കുറിച്ച് പറയാം. ഇന്ന് ഓരോ ഡയറ്റും വിശദമായി പറയാൻ സാധിക്കില്ല, കാരണം 100ഓളം ഡയറ്റ് പ്ലാനുകൾ ഇന്ന് ലോകത്ത് സജീവമായിട്ടുണ്ട്. അവയെ ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഓരോന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ഡയറ്റ് പ്ലാനുകളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിലും പറയാം. ഇന്നിപ്പോൾ ഞാനതിൻ്റെ പേരുകൾ പറയാം. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറ്റ്കിൻസ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ കൂട്ടി വരുന്ന വേറെ ഒരു രീതിയാണ്. Whole30, പൂർണ്ണതയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ഒരു രീതി. അടുത്ത് തുടങ്ങി ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നില്ല, പേരുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. പാലിയോ ഡയറ്റ് പലർക്കും പരിചയമുള്ളതാണ്. ഡ്യൂക്കൻ ഡയറ്റ്, ഡ്യൂബ്രോ ഡയറ്റ്, കാർബ് സൈക്ലിംഗ്, വൈൽഡ് ഡയറ്റ്, നറിഷ് ആൻഡ് ഗ്ലോ, 17-day ഡയറ്റ്, WW ഡയറ്റ്, വെയ്റ്റ് വാച്ചേഴ്സ് ഡയറ്റ് എന്നും പറയാറുണ്ട്. മെഡിറ്ററേനിയൻ ഡയറ്റ്, ഡാഷ് ഡയറ്റ്, 1200 കലോറീസ് എ ഡേ, അങ്ങനെയും ഒരു ഡയറ്റ് ഉണ്ട്. മൈ പ്ലേറ്റ്, ഇൻറ്റ്യൂട്ടീവ് ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ക്ലീൻ ഈറ്റിംഗ്, മേയോ ക്ലിനിക് ഡയറ്റ്, സൂപ്പർ കാർബ് ഡയറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, AIP ഡയറ്റ്, ഓട്ടോ ഇമ്മ്യൂൺ പ്രോട്ടോകോൾ എന്നും പറയും. ന്യൂട്രി സിസ്റ്റം, ജെനി ക്രെയ്ഗ്, സൗത്ത് ബീച്ച് ഡയറ്റ്, 80/20, മൈൻഡ് ഡയറ്റ്, നോർഡിക് ഡയറ്റ്, ഒക്ടാവിയ ഡയറ്റ്, നൂം, പ്രിറ്റിക്കിൻ ഡയറ്റ്, ബോഡി ടൈപ്പ് ഡയറ്റ്, സ്കാൻഡി സെൻസ് ഡയറ്റ്, ഗോലോ ഡയറ്റ്, ബെസ്റ്റ് ലൈഫ് ഡയറ്റ്,
ദി ഫ്രഞ്ച് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ലേസി കീറ്റോ ഡയറ്റ്, കീറ്റോ 2.0 ഡയറ്റ്, ബുള്ളറ്റ് പ്രൂഫ് ഡയറ്റ്, കീറ്റോയുമായി ചേർന്ന് പോകുന്ന ഒരു ഡയറ്റാണ്. കാബേജ് സൂപ്പ് ഡയറ്റ്, അങ്ങനെയും ഒരു ഡയറ്റ് ഉണ്ടോ? ഒരാഴ്ച കാബേജ് സൂപ്പ് തന്നെ കുടിച്ച് ബാക്കിയുള്ളത് വളരെ കുറച്ച് കഴിച്ചൊക്കെ വരുന്ന രീതിയാണ്. വിശദമായി ഞാൻ അടുത്ത ദിവസം പറയാം. 5 ബൈറ്റ് ഡയറ്റ്, 5 പ്രാവശ്യം മാത്രം വായ കൊള്ളുന്ന രീതിയിലുള്ള ഭക്ഷണം. സൂപ്പ് ഡയറ്റ്, മൾട്ടിപ്പിൾ വെറൈറ്റീസ്, ആപ്പിൾ സൈഡർ വിനിഗർ ഡയറ്റ്, ബേബി ഫുഡ് ഡയറ്റ്, അതൊരു രസകരമായ ഡയറ്റ് ആയിരിക്കും. ബേബി ഫുഡ് ഡയറ്റ്, ഹോളിവുഡ് കുക്കി ഡയറ്റ്, ഹാർഡ് ബോയിൽഡ് എഗ് ഡയറ്റ്, അത് പലർക്കും സന്തോഷം തരുന്നൊരു ഡയറ്റ് ആവാൻ സാധ്യതയുണ്ട്. എക്കോ അറ്റ്കിൻസ് ഡയറ്റ്, വീഗൻ ഡയറ്റ്, അതിപ്പോൾ ലോകത്ത് കൂടുതൽ പ്രചാരത്തിലേക്ക് വരുന്നൊരു ഡയറ്റാണ്. ഒരു മൃഗത്തെയും ഉപദ്രവിക്കാതിരിക്കുക, ശല്യപ്പെടുത്താതിരിക്കുക, അവയുടെ തോലുപയോഗിച്ചുണ്ടാക്കുന്ന ഷൂസ് പോലും ധരിക്കാതിരിക്കുക, തേൻ ഉപയോഗിക്കാതിരിക്കുക, പാലുവർഗ്ഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വെജിറ്റേറിയൻ ഡയറ്റും വീഗൻ ഡയറ്റുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഈ നേരത്തെ പറഞ്ഞതിലുണ്ട്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ പാലും പാലുൽപ്പന്നങ്ങളെല്ലാം കഴിക്കാമെന്നുള്ള രീതി വരുന്നുണ്ട്. വെജിറ്റേറിയൻ തന്നെ ലാക്ടോ വെജിറ്റേറിയൻ, ഓവോ വെജിറ്റേറിയൻ, മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻകാർ, ബംഗാളിലെ ബ്രാഹ്മണർ മീൻ കഴിക്കും, പാലുൽപ്പന്നങ്ങൾ, പാലും മുട്ടയും കഴിക്കുന്നവർ ലാക്ടോ ഓവോ വെജിറ്റേറിയൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് പറയാം. പീഗൻ ഡയറ്റ്, പെസ്കാറ്റേറിയൻ, മൈക്രോബയോട്ടിക് ഡയറ്റ്, ആൽക്കലൈൻ ഡയറ്റ്, ഫ്ലെക്സിറ്റേറിയൻ ഡയറ്റ്, വോളുമെട്രിക്സ്, 22 ഡേയ്സ് വീഗൻ, ഫ്രൂട്ടേറിയൻ. ലോകത്ത് നിരവധി ഭാഗങ്ങളിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ഫ്രൂട്ടേറിയൻസ് ധാരാളം പേരുണ്ട്. ഓർണിഷ് ഡയറ്റ്, ഡാനിയൽ ഫാസ്റ്റ്, റെയിൻബോ ഡയറ്റ്, 7 ഡേ കളർ, ഒരു കളറിലുള്ള ഭക്ഷണം തന്നെ ഒരു ദിവസം, അടുത്ത ദിവസം വേറെ കളറിലുള്ള ഭക്ഷണം. അങ്ങനെയുള്ള രസകരമായ ഡയറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. റോ ഫുഡ് ഡയറ്റ്, വേവിക്കാത്തത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്റ് പ്ലാൻ. ക്യാൻസർ വരെ മാറാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. 1 കൊല്ലം, 1.5 കൊല്ലം, 2 കൊല്ലമൊക്കെ വേവിച്ചതേ തീ കണ്ടതേ തൊടാത്ത ഒരു ഡയറ്റ്. ഏത് രോഗവും പെട്ടെന്ന് മാറും. TB12 മെത്തേഡ്, ടോം ബ്രാഡി ഡയറ്റ് പ്ലാൻ എന്നും അതിനെ പറയാറുണ്ട്. ഇതിൽ പലതിൻ്റെയും ഉപജ്ഞാതാക്കളുടെ പേര് കൂടിച്ചേരുന്നതാണ്. എൻജിൻ 2 ഡയറ്റ്, ഈറ്റ് ടു ലിവ്, ന്യൂട്രിറ്റേറിയൻ ഡയറ്റ്, ഏഷ്യൻ ഹെറിറ്റേജ് ഡയറ്റ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് 5/2, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് 4/2, ആൾട്ടർനേറ്റ് ഡേയ്സ്. കൂടുതൽ ആളുകൾക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ ഈ 16/8 ആണ് അറിയുക. 16 മണിക്കൂർ ഒന്നും കഴിക്കാതെ, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന 8 മണിക്കൂറിൽ 2 ഭക്ഷണം. അതാണ് പൊതുവെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. നമ്മുടെ ഭാരതത്തിൽ പരമ്പരാഗതമായ ഒരാഹാര രീതി അതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാടത്ത് പണിക്ക് പോകുക, വെയിൽ ചൂട് കൂടുമ്പോൾ 10 മണി 11 മണിയുടെ അകത്തേക്ക് കയറി കൈയും കാലും ഒക്കെ കഴുകി നല്ലൊരു ഭക്ഷണം കഴിച്ചു, അല്പം കിടന്നുറങ്ങി, പിന്നെ 3 മണി 4 മണിയാകുമ്പോൾ പാടത്തേക്ക് ഇറങ്ങി പണിയെടുത്തു, 6-6:30 അന്തിയാകുമ്പോൾ തിരിച്ചു കയറി ഒരു ഭക്ഷണവും കൂടെ കഴിച്ചു. ഇങ്ങനെ 2 നേരത്തെ ഭക്ഷണം ഇപ്പോഴും നമ്മുടെ നിരവധി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇങ്ങനെയാണ് ഭക്ഷണം. പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലെ പരമ്പരാഗത ഭക്ഷണം 10 മണിക്കും പിന്നെ 7 മണി, ചിലപ്പോൾ 4 മണിക്ക് 5 മണിക്ക് അവരെന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഇപ്പോൾ വന്നൊരു ശീലം എന്ന നിലയ്ക്ക് ചെയ്താലായി. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വാരിയർ, 1 meal a day, OMAD എന്നാ പറയുക, 1 meal a day. അത് ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ നേച്ചർ ലൈഫ് കുടുംബത്തിലുണ്ട്. ഞാനും പലപ്പോഴും 1 meal a day എന്നതാണ് പാലിക്കാറ്. മിലിറ്ററി ഡയറ്റ്, അതിനെ 3 day ഡയറ്റ് എന്നും പറയാറുണ്ട്. മാസ്റ്റർ ക്ലെൻസ്, അതിനെ ലെമണേഡ് ഡയറ്റ് എന്നും പറയാറുണ്ട്. ജ്യൂസ് ക്ലെൻസ്, പേര് പോലെ തന്നെ ജ്യൂസ് മാത്രം കഴിച്ചുകൊണ്ട്. ബ്ലഡ് ടൈപ്പ് ഡയറ്റ്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ച് ഇന്ന ഭക്ഷണം, ബി പോസിറ്റീവ് ആണെങ്കിൽ ഇന്ന ഭക്ഷണം, എ പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ഡയറ്റ്. സോൺ ഡയറ്റ്, 5 factor ഡയറ്റ്, ലോ ഫോഡ് മാപ്പ്,
gluten-free diet, street food diet, the biggest loser diet, slim fast, disassociated diet, the carnivore diet, ഇറച്ചിയും മീനും മുട്ടയും പിന്നെ പാലും ഒക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടൊരു ഡയറ്റ്. ആ ഡയറ്റിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് പാലിക്കുന്ന ആളുകളും കീറ്റോ ഡയറ്റ് തന്നെ പാലിക്കുന്ന ആളുകളിൽ പലരും ഗതികേടിലാണാകുന്നത്. ടാക്കോ ക്ലെൻസ്, ഷുഗർ ഡീടോക്സ്, 3 ദിവസം അല്പം പോലും മധുരമില്ലാത്ത, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത, പിന്നെ പഴങ്ങൾ, അതുപോലെ മധുരമുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരു രസകരമായ ഡയറ്റ് ഉണ്ട്. 20/20, അതിനെ ഡോക്ടർ ഫിൽ ഡയറ്റ് എന്നും പറയാറുണ്ട്. പേഴ്സണലൈസ്ഡ് ഡയറ്റ്, TLC ഡയറ്റ്, തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്നാണ് അതിൻ്റെ വിശദീകരണം. വെർട്ടിക്കൽ ഡയറ്റ്, ദി ക്ലീൻ 20 ഡയറ്റ്, ഹോർമോൺ ഡയറ്റ്, ലെക്റ്റിൻ ഫ്രീ ഡയറ്റ്, GM ഡയറ്റ്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഡയറ്റ്, ഗ്രേപ്പ് ഫ്രൂട്ട് ഡയറ്റ്, M ഡയറ്റ്, മഷ്റൂം ഡയറ്റ്, ഫാസ്റ്റ് മെറ്റബോളിസം ഡയറ്റ്, നാച്ചുറലി തിൻ, അങ്ങനെയും ഒരു ഡയറ്റ്. ഇങ്ങനെ 100ഓളം ഡയറ്റുകൾ. ഈ ഡയറ്റിനുമെല്ലാം ഉപരിയാണ് സത്യത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന നേച്ചർ ലൈഫ് ഡയറ്റ്, പ്രകൃതി ചികിത്സാ ഡയറ്റ്, പ്രകൃതി ജീവന ഡയറ്റ്. വീഗൻ ഡയറ്റുകാരാണ് ഏറ്റവും ടോപ്പിലെന്നാണ് ലോകം കരുതുന്നത്. പക്ഷെ വീഗൻ ഡയറ്റിലും അവർ പഞ്ചസാര കഴിക്കും, അവർ മരുന്നുകൾ ഉപയോഗിക്കും. ശരിക്കും ഗ്ലൂട്ടൻ പോലും പാടില്ല എന്നാണ് വീഗനിൽ. അപ്പോൾ പല മരുന്നുകളും അവർക്ക് തൊടാൻ പാടില്ലാത്തതാണ്. മൃഗങ്ങളെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. മൃഗങ്ങളുടെ അസ്ഥിക്കുള്ളിലുള്ള ജലാറ്റിൻ, മജ്ജയിൽ നിന്നുണ്ടാക്കുന്ന ജലാറ്റിൻ ഉപയോഗിച്ചാണ് പല മരുന്നുകളുടെയും കോട്ടിംഗ് എല്ലാം വരുന്നത്. പ്രകൃതി രീതിയാകുമ്പോൾ അതുമില്ല, പഞ്ചസാരയില്ല, വറുത്തതും മൊരിച്ചതുമില്ല, ചായ കാപ്പിയില്ല. അങ്ങനെ ഇന്ന് ലോകത്തുള്ള ഡയറ്റുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡയറ്റാണ്, ശരീരവുമായി ഏറ്റവും യോജിച്ച ഒരു ഡയറ്റ്, ഏറ്റവും നന്നായി നല്ല ശരീരമായി മാറാവുന്ന ഒരു ഡയറ്റാണ് നമുക്കുള്ളത്. ഏതായാലും ഈ ഡയറ്റുകളെക്കുറിച്ച്, പ്രധാനപ്പെട്ടവയെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള പഠനം കൂടെ നടത്തുക, കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒടുവിൽ എല്ലാ വഴികളും, ആരോഗ്യത്തിലേക്കുള്ള വഴികൾ നമ്മൾ പറയുന്ന പാതയ്ക്ക് അടുത്തേക്ക് വന്നേ തീരൂ. വരാതെ നിവൃത്തിയില്ല. നന്ദി, നമസ്കാരം.